നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ചില ആരോഗ്യകാര്യങ്ങളെ കുറിച്ചാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു 35 വയസ്സൊക്കെ കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ അനുഭവം വെച്ച് പറയട്ടെ. 35 വയസ്സ് കഴിഞ്ഞപ്പോൾ പിന്നെ കണ്ണിന് കാഴ്ച കുറഞ്ഞു. സൂചി കുറക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതുവരെ പറ്റിയിരുന്നു, 35 കഴിഞ്ഞപ്പോൾ സൂചിയിൽ നൂല് ഓർക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ? കാഴ്ച കുറഞ്ഞില്ല. അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടർ കണ്ണാടൊക്കെ തന്ന് എഴുതാനും വായിക്കാനൊക്കെ കുറച്ചുകൂടി തെളിച്ചായി. അങ്ങനെ സംഭവിച്ചു. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിപ്പോൾ നമ്മളൊരു 5-6 കണ്ണാടൊക്കെ നമ്മൾ മാറ്റൽ കഴിഞ്ഞു. 2 വർഷം കൂടുമ്പോൾ നമ്മളെ കണ്ണ് ചെക്ക് ചെയ്യണം. കൊല്ലം ചെക്ക് ചെയ്യണമെന്നാണ് അവർ പറഞ്ഞത്. നമ്മൾ 2 വർഷം കൂടുമ്പോഴെങ്കിലും ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യും. അപ്പോൾ അത് കണ്ണിൻ്റെ കാര്യം. അത് നമുക്ക് അന്ന് അറിയില്ല. ഈ കണ്ണിന് ഇത്രയും പ്രശ്നങ്ങൾ വരാനുള്ള കാരണം നമ്മൾ ഫുഡിൽ ശ്രദ്ധിക്കാനിട്ടാണ്. ഇപ്പോൾ ക്യാരറ്റ് പോലത്തെ സാധനങ്ങൾ കണ്ണിന് നമ്മൾ ദിവസേന നമ്മൾ ഉൾപ്പെടുത്തണം. അതായത് നമ്മൾ സ്കൂളിലൊക്കെ പഠിപ്പിക്കാൻ പോകുമ്പോൾ ചില ടീച്ചർമാർ എന്നും ക്യാരറ്റ് വേണ്ടു. അപ്പോൾ നമ്മളൊക്കെ കണ്ണാടയിരിക്കുന്നു. കണ്ണാടയൊക്കെ വെച്ചിട്ട് നമ്മൾ കുറേ 2-3 വട്ടമൊക്കെ കണ്ണാട മാറ്റിയ സമയത്താണ് ഇവർ ടീച്ചറൊക്കെ ഒരു കണ്ണാടയും വെക്കുന്നില്ല. പക്ഷേ എന്നും ക്യാരറ്റ് വരും. ഒരു ചോറിക്ക് ഒരു പ്ലേറ്റ് നിറച്ചും ക്യാരറ്റാണ്. ആ ടീച്ചർ ആർക്കും കൊടുക്കില്ല, ടീച്ചർ ആർക്കും മേടിക്കില്ല. അപ്പോൾ അതെന്തിനാണത്? കണ്ണിൻ്റെ ആരോഗ്യത്തിന്. അപ്പോൾ കണ്ണിൻ്റെ ആരോഗ്യത്തിന് നമ്മൾ എന്ത് ചെയ്യണം? വിറ്റാമിൻ എ വേണമല്ലോ. അപ്പോൾ വിറ്റാമിൻ എ ഒക്കെ ധാരാളം അടങ്ങിയതാണ് ഇലക്കറികളും പിന്നെ അതുപോലെ ക്യാരറ്റൊക്കെ നമ്മൾ ഉൾപ്പെടുത്തണം. നമ്മൾ ഉപ്പേരി വെച്ച് കഴിച്ചില്ലെങ്കിലും പച്ചയ്ക്ക് കടിച്ച് ചവച്ച് തിന്നാലും മതി, കണ്ണിന് കാഴ്ചയാണ്. പിന്നെ നമ്മൾ ചില ഭാഗങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ രക്ഷിതാക്കൾ ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവർ അവരെ മക്കൾക്കൊക്കെ കാണാം അംഗനവാടി വിട്ട് വന്നാലും സ്കൂളിൽ വന്നാലൊക്കെ അവർ ക്യാരറ്റ് കൊടുക്കണേ. ആ രക്ഷിതാക്കൾ നോക്കുമ്പോൾ ആ കുട്ടികളുടെ അമ്മയ്ക്ക് ധാരാളം മുടിയും യാതൊരുവിധ നമ്മൾ 2-3 കണ്ണാടയൊക്കെ ആയില്ല, കണ്ണാടയും വയ്ക്കുന്നില്ല. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ ക്യാരറ്റ് ഉൾപ്പെടുത്തുക. 35 കഴിഞ്ഞാൽ ഇനിയിപ്പോൾ 50 കഴിഞ്ഞവർക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഒരു 35 കഴിഞ്ഞവരൊക്കെയാണ് നമ്മളെ വീഡിയോ കാണുന്നവർ. ഒരു 35 കഴിഞ്ഞവരൊക്കെയാണ്, അല്ലെ 30 കഴിഞ്ഞവരാ. അതിൽ കുറഞ്ഞവരും പിന്നെ പല ഏജുള്ളവരും ഉണ്ട്. നമ്മളെ അനുഭവം പറഞ്ഞതോളൂ. അപ്പോൾ ക്യാരറ്റ് നന്നായിട്ട് കഴിക്കുക കണ്ണിൻ്റെ ആരോഗ്യത്തിന്. അപ്പോൾ അതുപോലെ മുടിക്ക് നല്ലതാണ്. പിന്നെ ഇലക്കറികളും ക്യാരറ്റൊക്കെ മുടി നല്ല ധാരാളം ഉണ്ടാവും. പിന്നെ എള്ളുണ്ട കഴിക്കുക. എള്ളുണ്ടൊക്കെ കഴിച്ചാൽ ധാരാളം മുടി ഉണ്ടാവും എന്ന് പറഞ്ഞ ഡോക്ടർമാർ. കാൽസ്യം പല്ലിനൊക്കെ ബലം. അത് എള്ളൊക്കെ ചേർത്ത് നമ്മൾ പണ്ട് അണ്ടിപ്പുട്ടൊക്കെ നമ്മൾ ഇടിച്ച് തിന്നിരുന്നില്ലേ, അതിൻ്റെ അണ്ടി ചേർക്കും. നമ്മളെ പറമ്പിലൊക്കെ അണ്ടികളുണ്ടാവും. കശുമാങ്ങര അണ്ടി. ആ അണ്ടി ഇട്ടിട്ടാണ് നമ്മൾ ചുട്ടിട്ടൊക്കെ എടുത്തിട്ട് അരിയൊക്കെ വറുത്തിട്ട് ശർക്കര ഉരുക്കൊന്നുമില്ല, ശർക്കരയൊക്കെ ചേർത്ത് ഉരലിലൊക്കെ ഇട്ട് ഇടിച്ചിട്ട് അണ്ടിപ്പുട്ട് തിന്നിരുന്നു. അപ്പോൾ മുടി ഒരു അന്നത്തെ കാലത്ത് എല്ലാവർക്കും ഉണ്ടാകും. കാരണം അണ്ടിപ്പുട്ട് തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ എള്ള് അതുപോലെ വളരെ നല്ല സാധനം മുടിയൊക്കെ വളരാമെന്ന് പറയും. അപ്പോൾ ഈ നമ്മൾ അണ്ടിപ്പുട്ട് ഇടിച്ചതിൽ തന്നെ ആ മോഡലിൽ തന്നെ എള്ളും ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി ചേർത്തിട്ട് എള്ളുണ്ട ആക്കിയിട്ട് ഈ സാധനങ്ങളൊക്കെ ചേർത്തിട്ട് അത് എള്ള് ചേർത്തുന്നുള്ളൂ. ബാക്കിയുള്ള കശുവണ്ടി ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് അരിയൊക്കെ വറുത്തിട്ട് അല്ലെങ്കിൽ മറ്റേ റാഗിപ്പൊടി ഒക്കെ ചൂടാക്കിയിട്ട് റാഗി വറുത്ത് പൊടിച്ചിട്ടാ അങ്ങനെ നമുക്ക് ദിവസേന എള്ളുണ്ട തിന്നാം. അപ്പോൾ എള്ളുണ്ട തിന്നാൽ നമുക്ക് ധാരാളം ഉണ്ടാവും. പിന്നെ എല്ലിനും പല്ലിനൊക്കെ ശക്തി. അപ്പോൾ നമ്മൾ ആരോഗ്യം ശ്രദ്ധിക്കണം. നമ്മൾ ആരോഗ്യം ശ്രദ്ധിച്ചാൽ നമ്മൾ ആരോഗ്യം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഭക്ഷണങ്ങളൊക്കെ കഴിക്കണം. പിന്നെ നമ്മൾ ഒരു പ്രധാനമാണ് നമ്മൾക്ക് എക്സസൈസ് എന്ന് പറഞ്ഞാൽ
നമുക്ക് ശരീരം ഇളകിയിട്ടുള്ള ജോലികൾ ചെയ്യാം. ശരീരം ഇളകിയിട്ടുള്ള ജോലികൾ ചെയ്യുമ്പോൾ നമുക്ക് എല്ലിനും പല്ലിനും ഒക്കെ ആരോഗ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അധ്വാനിക്കുക. അത് ഏത് തരം അധ്വാനമായാലും കുഴപ്പമില്ല. ശരീരം ഇളകിയിട്ട് ജോലി ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ തീരെ ഇളകിയിട്ടില്ല, നമ്മളെ ശരീരം ഒന്നിനും കൊള്ളാത്തതായിട്ട് മാറും. അപ്പോൾ നല്ല പോഷക ഫുഡും എക്സസൈസും ഒക്കെ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇനിയും നമുക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. നല്ല ആരോഗ്യത്തിന് വേണ്ട ചില കാര്യങ്ങൾ ഇതിലും കൂടി ഉൾപ്പെടുത്താനില്ല, കുറച്ചും കൂടി ഉൾപ്പെടുത്താൻ പറയുന്നതാണ്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അവരെയും എല്ലാവർക്കും അടുത്ത വീഡിയോ വരുന്നവരെ കാണാം.